ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. യൂട്യൂബിൽ കാര്യമായിട്ട് ഷോർട്സ് മാത്രം ഫോക്കസ് ചെയ്ത ഞാൻ ഇപ്പോൾ ഒരു ലോങ് വീഡിയോയിലേക്ക് വന്നപ്പോൾ എന്താണ് വീഡിയോ ഇടേണ്ടതെന്ന് എനിക്ക് ആകെ കൺഫ്യൂഷനായിട്ടോ. അപ്പോൾ എന്നാൽ കഴിയുന്ന വിധം ഒരു ഫാമിലി വ്ളോഗ് ഞാനിവിടെ ഒപ്പിയെടുത്തിട്ടുണ്ട്. രാവിലെ എണീച്ചാൽ ഞാൻ നട്ടുപിടിപ്പിച്ച ഈ പച്ചക്കറി തൈകളും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി എത്തി നോക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ കയ്പവള്ളി ഞാൻ വിത്തിട്ട് മുളപ്പിച്ചതല്ല, ഞാൻ ഈ പച്ചക്കറി വേസ്റ്റ് ഇട്ടപ്പോൾ അതിൽ നിന്ന് മുളച്ച് വന്നതാട്ടോ. അത് പറിച്ച് മാറ്റി ഞാനിങ്ങനെ നട്ട് പിടിപ്പിച്ചതാണേ. ഇന്ന് മൊത്തത്തിലൊരു ഡാർക്ക് ഡേ ആണ് കേട്ടോ. വേറൊന്നുമല്ല, സൺലൈറ്റൊക്കെ കുറവാണ്, നന്നായിട്ട് മഴ പെയ്യാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ മുറ്റത്തൂടെ പരതി നടന്നപ്പോഴാണ് ഇവളെ കണ്ണിപ്പെട്ടത് കേട്ടോ. നമ്മുടെ മുടി സംരക്ഷണത്തിൽ ഒഴിച്ചുകൂടാത്ത ഒരാളാണല്ലോ. പിന്നെ തലേ ദിവസം ഞാൻ കുറച്ച് ഉലുവയും കരിഞ്ചീരകമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെമ്പരത്തി കൂടി ചേർത്ത് ഒരു താളി തയ്യാറാക്കാമെന്ന് കരുതിയിട്ട് പൊട്ടിച്ചു കേട്ടോ. കുളിക്കാൻ വേണ്ടി പോവാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഏട്ടൻ ഒരു ഇടനേരത്ത് കയറി വന്നത് കേട്ടോ. ചായ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു. ഏട്ടന് എപ്പോൾ ചായ ഇട്ട് കൊടുത്താലും അത് ഏട്ടൻ കുടിച്ച് ആ എക്സ്പ്രഷൻ കറക്റ്റ് ആവണ വരെ എനിക്കൊരു ടെൻഷനാട്ടോ. കാരണം ഈ ചായപ്പൊടിയുടെ അളവും മധുരവും ഒക്കെ കൃത്യമായില്ലെങ്കിൽ ഏട്ടനത് പെട്ടെന്ന് കണ്ടുപിടിക്കും. അടുത്ത പരിപാടി ചോറ് വയ്ക്കലായിരുന്നേ. ഇനിയാണ് താളി ഉണ്ടാക്കൽ പരിപാടി. 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടിയിട്ട് ഞാൻ ഇന്നലെ രാത്രി 1 ഗ്ലാസ് കഞ്ഞി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് ഹെയർ പാക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലത് എഫക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഹെയർ ഫോൾസും അതുപോലെ ഹെയർ ഗ്രോത്തും ഒക്കെ ചേഞ്ച് വരും, അതിലെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വലിയ പൈസ ചിലവും വരില്ല, എന്നാൽ നാച്ചുറലായിട്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അടുത്ത പരിപാടി ചോറിനുള്ള കറികൾ റെഡിയാക്കലാട്ടോ. ചോറ് ഞാൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി കറികളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു രസം വയ്ക്കാമെന്ന് കരുതിയിട്ട് രസത്തിൻ്റെ റെസിപ്പി തരാം കേട്ടോ. എനിക്ക് രസം വയ്ക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ എൻ്റെ രസം കൊള്ളൂല. എനിക്ക് രസം വെച്ചാൽ അത് ശരിയാവാറില്ല. ഒന്നെങ്കിൽ പുളി കൂടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് അതിൽ പറ്റും. അപ്പോൾ എനിക്ക് നല്ലൊരു രസം റെസിപ്പി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ റെസിപ്പി നോക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ഉണ്ടാക്കി വന്നപ്പോൾ ആ രസത്തിൻ്റെ അടുത്ത് കൂടെ പോലും പോയിട്ടില്ല കേട്ടോ. കാഴ്ചയിൽ എന്തോ ഒരു ഭംഗിയുണ്ട് എന്നല്ലാതെ ഇതിപ്പോൾ ഞാൻ എന്നും വെക്കുന്ന പോലത്തെ രസം തന്നെ ആയിട്ടുണ്ട്. ഇനി താളിയൊക്കെ തേച്ചൊരു കുളി കഴിഞ്ഞ് വന്നിട്ട് നെക്സ്റ്റ് ചെയ്ത പരിപാടി ചിക്കൻ വറുക്കലാട്ടോ. പിന്നെ ചോറൊക്കെ കൊണ്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി ഉച്ചയ്ക്ക്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.